ഉണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഈ കംപ്ലീറ്റ് ക്യൂ ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് പോകുന്ന ക്യൂ ആണ്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് ആ വലിയ ബോട്ടായിരുന്നു ഹാർബറിലേക്ക് പോകുന്നത്. നല്ല പാത്രം ഉണ്ടല്ലോ, ഫ്രീ തരുമോ? എൻ്റെ പൊന്നോ, എന്ത് വിറ്റോ ഗ്രാനൈറ്റും കാണും. അതൊന്നും ഈ ലിവിങ് ഏരിയൻ്റെ സെറ്റപ്പാണ്. ചെറിയ സ്പേസ് ഉള്ള ആൾക്ക് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ കുറച്ച് നല്ല ഭംഗി ഉണ്ടാവും. അവർ ചെയ്ത കളർ കോമ്പിനേഷനും അതുപോലെ വൺ ഓഫ് ദ ഡ്രീം കിച്ചൺ ആണിത്, ഓപ്പൺ കിച്ചൺ. നമ്മൾ ആദ്യം നിന്ന വില്ലയിലെ ബംഗാളി ആൻറ്റിയില്ലേ, അവർ ഒരു റൂമിൽ ഇതുപോലത്തെ സെറ്റപ്പ് ആക്കി വെച്ച്. ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലിംസ് ഓഫ് സേല. ഞങ്ങൾ ഇന്ന് ഐക്യയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതല്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഞാനിപ്പം ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇനി ബസ്സിൽ കയറി മെട്രോ സ്റ്റേഷനിൽ പോകണം, മെട്രോയിൽ ഗ്രീക്കിലേക്ക്. അങ്ങനെയാണ് നമുക്കിന്ന് പോകേണ്ടത്. അപ്പം ഐക്യയിൽ പോയാൽ നമുക്ക് വീട്ടിലേക്ക് വാങ്ങേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അവിടെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടും ഓഫേഴ്സിലൊക്കെ കിട്ടും. നല്ല ക്വാളിറ്റി സാധനങ്ങൾ നല്ല ഓഫേഴ്സിൽ കിട്ടും. അപ്പം അങ്ങനെ അത് വാങ്ങാമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പോയി കണ്ട് വരാമെന്ന് വിചാരിച്ചു. എത്രയെന്ന് വെച്ചിട്ട് വീട്ടിലിരിക്കുക. അപ്പം നമുക്കൊന്ന് ഇങ്ങനെ പുറത്ത് പോകണ്ടേ, അങ്ങനെ പോയി കണ്ടാൽ വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. നല്ല വെയിലുണ്ട്, അറൗണ്ട് 5 മണിയായിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടുത്തെ വെയിൽ താണിച്ചില്ല. അതാണ് എനിക്ക് കണ്ണുപോലും മര്യാദയ്ക്ക് തുറക്കാൻ പറ്റാത്തത്. വെയിലിൻ്റെ പവർ കൊണ്ട് എന്നെ കൂട്ടാണ്ട് നടന്നങ്ങെത്തി ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെ പോയി കാണുന്നില്ലല്ലോ. അങ്ങ് ഉള്ളിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് നിയറസ്റ്റ് ബസ് സ്റ്റോപ്പ്. 2-3 ഉണ്ട്. കണ്ടോ, ഒളിച്ചും പാത്തും കളിക്കുന്നത്. വെയിലിൻ്റെ പവറും ഉണ്ട്. വെയിൽ കണ്ട പിന്നെ അങ്ങനെയാണ്, എന്നെ അവിടെ ഇട്ടിട്ട് ഒരൊറ്റ പോക്കാം. ഞാൻ ബാക്കിൽ ഇങ്ങനെ നടന്നു പോകണം. വരുന്ന C8. ഇതാകുമ്പോൾ നമുക്ക് കയറിയിട്ട് നേരെ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാം. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് മെട്രോയിൽ പോകണം. മെട്രോയിൽ മാറിക്കയറൊന്നും വേണ്ടി ഈ ഒറ്റ മെട്രോ തന്നെ പോയിട്ട് നമ്മൾ ഗ്രീക്കിൽ ഇറങ്ങും. അവിടെ നിന്ന് നമുക്ക് പിന്നെ ബോട്ടിൽ പോവാം, ബോട്ടിൽ നിന്ന് ഐക്യയിലേക്ക്. നമ്മളിപ്പം ഗ്രീൻ ലൈൻ മെട്രോൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ആളെല്ലാം വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറുന്ന സമയത്ത് ഉണ്ടായ ആൾക്കാരെല്ലാം ഇറങ്ങുമ്പം ട്രെയിൻ ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ടായിരുന്നു. ആളെല്ലാം വളരെ കുറവാണ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇനി നേരെ ബോട്ടിലേക്ക് പോകും. ബോട്ടിൽ നിന്ന് നമ്മളെ ഫെസ്റ്റിവൽ സിറ്റിയിൽ ഇറങ്ങും. ഇപ്പം നമ്മൾ ഈ പോകുന്ന ഈ വാക്ക് വേ പോലത്തെ സ്ഥലം എന്ന് പറയുന്നത് ബോട്ടിൻ്റെ സ്റ്റേഷൻ്റെ അടുത്താണ്. ആ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മൾ ബോട്ടിൽ പോകേണ്ടത് കേട്ടോ. ആർട്ടേൻ്റെ ബോട്ടാണ്. അപ്പം നമുക്ക് സെയിം നോൾ കാർഡ് തന്നെ യൂസ് ചെയ്തിട്ട് പോകാം. നമ്മൾ ബസ്സിലും ട്രെയിനിലും യൂസ് ചെയ്യുന്ന സെയിം കാർഡ് തന്നെ മതി. നമുക്ക് വേറെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. കുറച്ച് റഷ് ഉണ്ടാവും, കാരണം ഇപ്പോൾ അവിടെ ഇറങ്ങിയ ആൾക്കാരൊക്കെ ആ ബോട്ടിൽ പോകേണ്ടില്ല. ഇനി ഇവിടുന്ന് നമുക്ക് 2 സ്റ്റോപ്പുണ്ട്. ഒന്ന് ഫെസ്റ്റിവൽ സിറ്റിയും വേറൊരു സ്റ്റോപ്പും കൂടിയുണ്ട്. രണ്ടിടത്തും വേറെ വേറെ ബോട്ടാണ്. അപ്പം നമുക്ക് പോകേണ്ട സ്റ്റോപ്പ് ഏതാണോ അതിൽ നമ്മൾ ആ ബോട്ടിൽ കയറിപ്പോകും. ഉണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഈ കംപ്ലീറ്റ് ക്യൂ ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് പോകുന്ന ക്യൂ ആണ്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ആ വലിയ ബോട്ടായിരുന്നു ഹാർബറിലേക്ക് പോകുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത ബോട്ട് അതായിരുന്നു, ഗ്രീക്ക് ഹാർബറിൽ പോകുന്നത്. നമ്മളെ പറ്റിച്ച ബോട്ട് ഇതായിരുന്നു, കുഞ്ഞും ബോട്ട്. ഇത് ഫെസ്റ്റിവൽ സിറ്റിയിലേക്ക് പോകുന്ന ബോട്ട്. ഡ്രൈവർ അങ്കിൾ വന്നില്ല വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ആ ബോട്ട് കാണാൻ ഇച്ചിരി കൂടി വൃത്തിയും വെടിപ്പെല്ലാം ഉണ്ട് അല്ലേ. മറ്റേത് പ്രീമിയം ബോട്ട്, ഇത് ലോക്കൽ ബോട്ട്. ടൈറ്റാനിക്കിന്റെ കപ്പൽ പൊട്ടിയ ബാക്കിയാണോ? ടൈറ്റാനിക് ഒന്നല്ല, വേറെ എന്തിൻ്റെയോ ആണ്. അതാണ് ലൈബ്രറി, ബുക്ക് പോലെ ആക്കി വെച്ചാണ്ട. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇതുവരെയായിട്ട് പോയിട്ടില്ല, ഒരു ദിവസം പോകണം. പക്ഷെ അത് ലൈബ്രറിയാന്ന് മാത്രം എനിക്കറിയാം. മെമ്പർഷിപ്പ് ഇല്ല, ഗേൾസിന് പെട്ടെന്ന് മെമ്പർഷിപ്പ് കിട്ടുമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തൊക്കെയോ ആനുകൂല്യങ്ങളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ നേരെ കാണുന്നതാണ് നമ്മളെ ലക്ഷറി ഡോഗ് ക്രൂസ്. ഡോഗ് ക്രൂസ് എന്ന് പറയുമ്പം അതിലൊരു ടിക്കറ്റ് എടുത്താൽ എനിക്ക് തോന്നുന്നു അറൗണ്ട് 45 to 50 ദിർഹംസ്. ആ ഒരു എമൗണ്ടിൽ ടിക്കറ്റ് എടുത്താൽ നമുക്ക് നൈറ്റിലെ ഡിന്നറും ഒരു 1.5-2 മണിക്കൂർ നമുക്ക് ഈ
ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി കളിക്കാൻ പറ്റും. ഇവർ ഇവിടെ നിന്ന് വേറൊരു സൈഡിലേക്ക് പോകും. പിന്നെ ഡിന്നർ പാർട്ടി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം തരും. ഇച്ചിരി പ്രീമിയം ആണ്. ഇത് ഇവിടെ മാത്രമല്ല, വേറൊരു മെറീനയിലും കൂടി ഉണ്ട് ഈ സെയിം സംഭവം തന്നെ. പക്ഷെ അതൊരു 2 ടൈപ്പാണ്. ഒന്ന് നോർമലും വേറൊന്ന് പ്രീമിയം. പ്രീമിയത്തിന് റേറ്റ് കൂടുതലാണ് കുറച്ച്. അങ്ങനെ നമ്മൾ ഐക്കയിലെത്തി. ഐക്കയിൽ കയറുന്നതിന് മുന്നേ ചെറിയൊരു കലാപരിപാടിയെല്ലാം കഴിഞ്ഞ് കാലിഫോർണിൽ പോയി ചെറുതായിട്ടൊന്ന് ഷവർമ ഒരു ചിക്കനൊക്കെ തിന്ന് അങ്ങനെ നമ്മൾ ഐക്കയിൽ പോന്ന്. ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടാവും. നല്ല ക്വാളിറ്റി സാധനങ്ങൾ അത്യാവശ്യം റേറ്റ് കുറവിലായിരിക്കും ഉണ്ടാവാൻ. ഇവിടെ നല്ല ഫർണിച്ചേഴ്സും ഫുൾ കിച്ചൺ സെറ്റൊക്കെ ഉണ്ട്. അതായത് ചെറിയൊരു ഫാമിലി ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഡൈനിങ് ടേബിൾ മതിയാവും. അതുപോലെ തന്നെ കിച്ചണിൻ്റെ സെറ്റിങ്സ് നമ്മളിപ്പോൾ വീടെടുക്കുന്ന ആൾക്കാർക്കെല്ലാം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സാധനമുണ്ട്. നല്ല പാത്രം ഉണ്ടല്ലോ, ഫ്രീറ്റ് തരുമോ? എൻ്റെ പൊന്നോ എന്ത് വിറ്റോ, ഗ്രാനൈറ്റും കാണും. അതൊന്നും നല്ല ഫീറ്റുണ്ട്. വീടെടുക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വരാം. വീടെടുക്കുന്ന ആൾക്കാർക്കെല്ലാം നല്ലത് ഇവിടെ വന്ന് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഫോട്ടോ എടുത്ത് വെച്ച് നിങ്ങൾക്ക് സെൽഫായിട്ട് പോയിട്ട് അവിടെ നിന്ന് ചെയ്യാം. അത്രയും നല്ല സ്റ്റൈലുള്ള ഫർണിച്ചേഴ്സും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡൈനിങ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, കിഡ്സ് റൂം, ഇതൊക്കെ അങ്ങോട്ടേക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് എന്തായാലും. ഇച്ചിരി ആടിത്തി മൽക്കട്ടെ. നല്ല ക്ഷീണം നടന്നു വന്നിട്ട് വീട്ടിൻ്റെ മുന്നിൽ വെച്ച് കൊടുക്കാം. ഉപ്പാപ്പമാരുടെ ഇരുന്നിട്ട് സുഖിച്ചോട്ടെ. ഹൈ ഇതാണ് ഒരു വലിയ മജ്ലിസ്. അറൗണ്ട് ഒരു 10-25 ആൾക്കാർക്കെങ്കിലും ഇവിടെ കയറിയിരിക്കാം. അവർക്ക് സൊറയും പറയാം, എല്ലാം ചെയ്യാം. നല്ല അടിപൊളി സോഫ. എനിക്ക് ഇഷ്ടമായി മാറ്റ. ഓക്കെ, ഫറിൻ്റെ മാറ്റ. പക്ഷെ 2 കാല് വെക്കുമ്പോഴേക്കെന്നെ കച്ചറ ആയിക്കോളും. ലിവിങ് ഏരിയൻ്റെ സെറ്റപ്പാണ്. ചെറിയ സ്പേസ് ഉള്ള ആൾക്ക് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്താൽ കുറച്ച് നല്ല ഭംഗി ഉണ്ടാവും. അവർ ചെയ്ത കളർ കോമ്പിനേഷനും അതുപോലെ ചെറിയ ബെഡ്. വൺ ഓഫ് ദ ഡ്രീം കിച്ചൺ ആണിത്, ഓപ്പൺ കിച്ചൺ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഓപ്പൺ കിച്ചണൊക്കെ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ച. ജഗും ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ. അല്ല, ഇത് പ്ലാസ്റ്റിക്കാ. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ലൈറ്റാ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനും ഫറോൻ്റെ ഉമ്മയും ഉണ്ടായിരുന്നു. ഫറോൻ്റെ ഉമ്മയും ഉപ്പയും നമ്മൾ 4 ആളുമാണ് വന്നത്. അങ്ങനെ വന്ന സമയത്ത് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിനെ കൊണ്ട് നല്ല വെറൈറ്റി ലൈറ്റ്സ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഡൈനിങ് ഹാളിൽ, റൂമിൽ, മാസ്റ്റർ ബെഡ്റൂം, അവിടെയെല്ലാം വെറൈറ്റി ലൈറ്റ്. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ആ ലൈറ്റൊന്നും വലിയ ഇതില്ല. കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്ര വലിയ മൊഞ്ചില്ല. ചെറിയൊരു റൂമാണ്. പക്ഷെ ആ ഒരു ചെറിയ സ്പൈസിൽ അവരെല്ലാ സംഭവവും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു റൂമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ട് ഒരു ചെറിയ കബോർഡ്. കബോർഡ് തുറന്നാൽ ലൈറ്റെല്ലാം കത്തും. ഇതിൻ്റെ ഉള്ളിൽ ആൾത്താമസം ഉണ്ട്. കബോർഡ് ഉണ്ട്. എല്ലാ സ്പേസിലും മാനേജ് ചെയ്തിട്ട് അവർ ചെയ്ത് വെച്ചു. ഇത് കണ്ടോ, ഷൂവും അങ്ങനത്തെ മേക്കപ്പ് പ്രൊഡക്ട്സും റാക്കെല്ലാം ആക്കിയിട്ട്. ഇതിൻ്റെ സൈഡിലും ഉണ്ടൊരു സംഭവം. ഉള്ള സ്പേസിൽ അവർ എല്ലാ സാധനം ഇൻക്ലൂഡ് ചെയ്തിന്. പിന്നെ ഇപ്പുറത്തെ ഭാഗത്തുണ്ട്. ഇത് കുട്ടിനെ കിടത്തുന്ന സാധനം, കുഞ്ഞുങ്ങളെ കിടത്തുന്ന സാധനം. പിന്നെ ഇതാ ചെറിയ ചെറിയ കബോർഡ്. ഇതാ ഇവിടെ എല്ലാം അത്യാവശ്യം. ഇത് കുഞ്ഞുങ്ങളെ ഡ്രസ്സെല്ലാം വെക്കാൻ പറ്റും. ഇതിൽ നമ്മൾ ആദ്യം നിന്ന വില്ലയിലെ ബംഗാളി ആൻറ്റി ഇല്ലേ, അവർ ഒരു റൂമിൽ ഇതുപോലത്തെ സെറ്റപ്പ് ആക്കി വെച്ച്. മക്കളുള്ളത് കൊണ്ട് 2 ട്വിൻസ് അല്ലായിരുന്നോ, മക്കളുള്ളതുകൊണ്ട് ഇതുപോലത്തെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഐക്കയിൽ വന്ന് കണ്ട് ചെയ്തതായിരിക്കും. ഇത് പേപ്പറാ, പ്ലാസ്റ്റിക് അല്ല. ഇത് പേപ്പർ ലൈറ്റാ. ഇത് പേപ്പർ വെച്ചിട്ടാക്കിയതാ. ഓരോന്നെല്ലാം നല്ല മൊഞ്ചുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അത്ര നല്ല മൊഞ്ചുള്ള ഡൈനിങ് ഹാള്. പറു കുടുംബക്കാർ വന്നാൽ പണിയെടുക്കാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആടെ ഇരുന്ന് കിസ്സയും പറയാം, തിന്നണ്ടിക്ക് ടവളും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലെ ഗ്ലാസും ചൊക്കെല്ലാം നോക്കിയേ, ഇത് മൊഞ്ച.
അടിപൊളി. ഇതല്ലേ ഉമ്മ ഇപ്പം വാങ്ങിയ സാധനം? ചായ. അയ്യോ ഇതെല്ലാം പൊട്ടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത കംപ്ലൈൻറ്റ് എടുത്തായിരിക്കും. പോലത്തെ ഒരു ഉരുളി എനിക്ക് വാങ്ങണം. ഞാൻ അതെന്താ സാധനം എനിക്കറിയില്ല. ഇതെടുക്കുവാണേ ഞാൻ കേട്ടാ. ഈ കണ്ടം ഫ്ലവറിന് എത്ര പൈസ ചോദിച്ചു നോക്കിയേ? 9 ദിർഹംസ്. ആകെ അത്ര പൈസയുള്ളൂ. ഞാൻ ആണെങ്കിൽ റോട്ടിൽ നിന്ന് വല്ല പൂവും പറിച്ചിട്ട് വെച്ച് തരുമായിരുന്നു. ഇത് സെറ്റാക്കി വെച്ച് നോക്കിയാ ഗെയിമിങ്ങിന് പറ്റിയ ലൈറ്റ്. കുഞ്ഞുങ്ങളെല്ലാം കൂക്കിയെടുക്കുക വെറുതെ. കണ്ട ആവശ്യത്തിൽ കൂക്കിയെടുക്കുന്നത്. കുട്ടികളുടെ സാധനങ്ങൾ, സ്റ്റഡി ടേബിളെല്ലാം. അതിൻ്റെ ഉള്ളിൽ നോക്കിയേ കുഞ്ഞുങ്ങളെ. ഹായ് കുഞ്ഞും ബെഡ്. അത് സെറ്റപ്പ് ആക്കി കൊടുത്തനല്ലേ. ബെഡ്ഷീറ്റ് ഒന്നും രസമില്ല, തിരിച്ചു വെച്ച് ഇല്ല. എനിക്ക് ഇവര് ഈ ഫ്ലവറെല്ലാം വെക്കുമ്പോൾ എനിക്ക് സങ്കടമാവുന്നു. ഒരു തണ്ട് വെക്കുന്നതിന് 8 ദിർഹംസ് 9 ദിർഹംസ്. ഇതാണെങ്കിൽ ഞാൻ റോട്ടും വന്ന് പറിച്ച് വെക്കും. എത്തി കൊരങ്ങപ്പാപ്പ അത് മേലെയും തൂങ്ങുന്ന പാമ്പുണ്ട്. ഡിസ്കവറി ഗാർഡനിൽ പോയ പോലെ ഉണ്ടല്ലോ. കണ്ണൊന്നും കാണുന്നില്ല. പെറ്റണിച്ച പാട് സ്പേസിൽ പോയി വന്നതാ. നിങ്ങളെ ചെറുതിൽ നിങ്ങൾ ഇതെല്ലാം കളിച്ചിന പറ. ചെയ്തില്ല. അവൻ സങ്കടപ്പെടണ്ട കേട്ടോ. അടിയിൽ സ്റ്റീൽ അതിൻ്റെ കോട്ടിങ് വന്നിട്ട്. മസാല ദോശ, പൊറോട്ട, പൂരി, കറി. നല്ല വുഡൻ്റെ പ്ലേറ്റൊക്കെ. പക്ഷെ ഇവര് 1 ഉറുപ്പ്യക്കെല്ലാം കൊടുത്തിട്ട് ഇവർക്ക് എന്തേത് മുതലാവുന്നത്? പണ്ട് ഉപ്പാൻ്റെ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ സ്പൂണ്. നമ്മളെ ഐക്യയിലുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ച് ഇപ്പോൾ അറൗണ്ട് ഒരു 8:30-9 മണിയാവാനായി. ഇനി ഫുഡ് കഴിച്ച് നേരെ റൂമിലേക്ക് പോകും. നേരെ ഓപ്പോസിറ്റ് കാരിഫോർ. ഒന്നുകൂടി കാരിഫോറിൽ പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി ബർഗർ കിങ്ങിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ ബൈ ബൈ.